ചിക്കൻ റോൾ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇത് ചപ്പാത്തിയിൽ നമ്മൾ ഉണ്ടാക്കണം. കുറച്ചൊന്ന് ഹെൽത്തി ആവും. ഇത് ഉള്ളി മസാല ആദ്യം വെക്കുക. ആദ്യം നമ്മളിങ്ങനെ നിരത്തി വെക്കണം. പിന്നെ ഇത് ചിക്കൻ ഷ്രെഡ് ചെയ്താണ്. അത് നമ്മൾ അതിൻ്റെ മേലെ ഇങ്ങനെ വെക്കുക. ഇനി നമ്മളിങ്ങനെ റോൾ ചെയ്യണം. ആദ്യം ഇങ്ങനെ മടക്കുക, എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്യുക. എന്നിട്ട് ഈ പേസ്റ്റിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇത് മൈദ വെള്ളം ഇങ്ങനെ ആക്കിയതാണ്. ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ഇതാണ് നമ്മൾ അങ്ങനെ എത്രയും ആക്കി വെച്ചാണ്. അതേപോലെ നമുക്ക് എല്ലാം അങ്ങനെ ചെയ്തെടുക്കാം. ഇതെടുക്കുക, എഗ്ഗിലിങ്ങനെ മുക്കുക. നമുക്ക് മൈദ പിന്നെ നമ്മൾ ഈ റസ്ക് പൗഡറിൽ ഇങ്ങനെ റോൾ ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. ഇതൊക്കെ നമ്മൾ ഇടാൻ പോവാണ്. നമുക്കിത് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതൊക്കെ കുറച്ച് നമ്മളിവിടെ ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് ഷവർമ റോളാണ്. നമ്മൾ കുബൂസ് വെച്ചിട്ട് പിന്നെ മയോണൈസ്. നമ്മൾ കുറച്ച് മസാല, ശരിക്കും ഈ മസാല നല്ല ഇടുക, എന്നാലും നമ്മൾ എടുത്ത് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇടുന്നത്. ഓക്കെ മതിയുണ്ട്. പിന്നെ ഇതാ കുറച്ച് ചിക്കന്, ടൊമാറ്റോ കെച്ചപ്പാണ് കഴിക്കാൻ പോണത്. ചില്ലി സോസും കൂടി ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഒഴിച്ചാൽ മതി, അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്കിത് റോൾ ചെയ്യാം. ഇതൊക്കെ നമ്മൾ ഷവർമ റോളാക്കിയിരിക്കണേ. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ സ്നാക്സൊക്കെ ഇവിടെ റെഡിയായി. ചിക്കൻ റോളും പിന്നെ ഷവർമ റോളും പിന്നെ കുറച്ച് സ്നാക്സ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കട്ട്ലറ്റ്, സമൂസ, എഗ് ബജി. ടിപ്സായിട്ട് നമുക്ക് കെച്ചപ്പും ഗ്രീൻ ചട്നി അതുപോലെ തന്നെ മയോണൈസ് ഉണ്ടായിരുന്നു. മയോണൈസ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ്. അടുത്ത ദിവസം തന്നെ നമുക്ക് റമദാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് അൽഫാം മന്തിയാണ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു. പിന്നെ ഇതാക്കണ വത്തക്ക ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ തരിക്കഞ്ഞി, ഫ്രൂട്ട്സ് ആയിട്ട് പഴം, ആപ്പിളും ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്നാക്സ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയത് ഈ ഒരു പക്കവടയാണ്. പിന്നെ കുക്കുംബർ സാലഡ് ഉണ്ടായിരുന്നു നമ്മൾ റൈസൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല സോർ ആൻഡ് സ്പൈസി ആയിട്ടുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മയോണൈസും വെച്ചുണ്ടാക്കി. പിന്നെ ഈ ഒരു ടൊമാറ്റോൻ്റെ ഈ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അടുത്ത ദിവസം നമുക്ക് നോമ്പ് തുറക്കാൻ സമൂസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പായസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വത്തക്ക ഉണ്ടായിരുന്നു. ലൈം ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു കേട്ടോ. ഡേ 3 നമുക്ക് നല്ല അടിപൊളി ഫ്രൂട്ട് കസ്റ്റേർഡ് പോലെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് മിക്സ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. അതൊക്കെ കുക്കുംബർ, ക്യാരറ്റൊക്കെ വെച്ചിട്ടുള്ളൊരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് ഉന്നക്കായ. പിന്നെ വേറൊരു സ്പെഷ്യലും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് കോൾഡ് കോഫിൻ്റെ മുകളിൽ നമ്മൾ ബൂസ്റ്റ് കിട്ടാണ്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതുകൊണ്ടായിരുന്നു ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത് അടക്കപ്പായ ഉണ്ട്. പിന്നെ ഇത് പാളിപ്പോയ ക്യാരറ്റ് പോള. പിന്നെ ഇത് അടുത്ത ദിവസം നമുക്ക് ഇന്ന് കരിക്ക് ഷേക്ക് ഉണ്ടായിരുന്നു. അതിന് മേലെ കസ്കസൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ്, ഓറഞ്ച്, ആപ്പിള്, വത്തക്കൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ മുഹബത്ത് സർബത്ത് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ട്രോബെറിയും ചോക്ലേറ്റും പിന്നെ മുട്ട, ഇഡ്ഡലി, പിന്നെ ഇതാ ഇന്ന് 3 തരം കറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ ഫ്രൂട്ട് കസ്റ്റേർഡ് പോലെ ഉണ്ടാക്കിയ സാധനം ഉണ്ടായിരുന്നു കേട്ടൊന്ന്. അതിൻ്റെ അടുത്ത ദിവസം നമുക്ക് ദോശ, സാമ്പാർ, ചട്നി, മസാല ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് വത്തക്ക ഉണ്ടായിരുന്നു. പിന്നെ ഇതാക്കണ ക്യാരറ്റ് ജ്യൂസ്, പായസം, പിന്നെ ഒരു ലൈമുണ്ട്. പിന്നെ ചട്നി, തരിക്കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.